സെൽഫ് കോൺഫിഡൻസ് നമ്മൾ ട്രസ്റ്റ് ഇൻ യുവർ സെൽഫ്. വേറൊരാൾ പറഞ്ഞു ഓ നീ കൊള്ളാം, ഓക്കെയാണ്. അപ്പൊ അയാളുടെ വാലിഡേഷനിൽ നമ്മൾ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് നമുക്ക് കോൺഫിഡൻസ് കുറയുന്നത്. നാർസിസ്റ്റിക് പേരൻസിന്റെ ആ ഒരു എക്സ്പീരിയൻസസ് ഉള്ള മിക്ക ആളുകൾക്കും കോൺഫിഡൻസ് കുറയും. പക്ഷെ അജിറ്റേറ്റഡ് ആയിരിക്കും, അജിറ്റേറ്റഡ് ഭയങ്കര വയലന്റ് ബിഹേവിംഗ് ആയിരിക്കും, പക്ഷെ കോൺഫിഡൻസ് ഉണ്ടാവില്ല. പിന്നെ വരുന്നതാണ് നമ്മുടെ പിയർ ഗ്രൂപ്പ്. സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്ത ആളുകൾക്ക് വേറെ ആരെയും വിശ്വസിക്കാനും പറ്റില്ല. ഇതിന് ഏറ്റവും നല്ല ടെക്നിക്ക് എന്ന് പറയുന്നത് എക്സ്പോഷർ എന്ന് പറയും. എക്സ്പോഷർ തെറപ്പിയാണ് ഏറ്റവും നല്ലത്. ഹലോ, ഹായ്, നമസ്കാരം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹിപ്നോട്ടൈസ് മീയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്നത്തെയും പോലെ തന്നെ ജിനു ജെയിംസ് സാർ നമ്മളോടൊപ്പം കൂടെയുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. സാർ, വെൽക്കം ടു ദി ഷോ. നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ സെൽഫ് കോൺഫിഡൻസ്? സെൽഫ് കോൺഫിഡൻസ് നമ്മൾ ട്രസ്റ്റ് ഇൻ യുവർ സെൽഫ്. നമുക്ക് നമ്മളിലുള്ള വിശ്വാസം, എന്നെ ഞാനായിട്ട് വിശ്വസിക്കുക എന്ന് പറയുന്നത്. മിക്ക ആളുകളും എക്സ്റ്റേണൽ വാലിഡേഷനിലൂടെ ആയിരിക്കും വിശ്വസിക്കുന്നത്. വേറൊരാൾ പറഞ്ഞു ഓ നീ കൊള്ളാം, ഓക്കെയാണ്. അപ്പൊ അയാളുടെ വാലിഡേഷനിൽ നമ്മൾ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് നമുക്ക് കോൺഫിഡൻസ് കുറയുന്നത്. അപ്പോൾ നമ്മൾ ആരാണോ നമ്മളെ തന്നെ വിശ്വസിച്ച് കഴിഞ്ഞാൽ വേറൊരു വ്യക്തി പറയുന്നതോ അയാൾ പറയുന്ന കാര്യം നമ്മളെ ലൈഫിലേക്ക് അത് വാലിഡേഷൻ ആയിട്ട് എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും നമ്മുടെ കോൺഫിഡൻസ് താഴെ പോകും. കാരണം അയാളുടെ പെർസ്പെക്റ്റീവ് വേറെയാണ്, നമ്മുടെ പെർസ്പെക്ഷൻ വേറെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നവും. സെൽഫ് കോൺഫിഡൻസ് ഈസ് ബിലീവിങ് ഇൻ അവർ സെൽഫ്. നമ്മുടെ ക്വാളിറ്റി എന്തായിക്കോട്ടെ, നമ്മുടെ ട്രൈറ്റ്സ് എന്തായിക്കോട്ടെ, നമ്മുടെ എബിലിറ്റീസ് എന്തായിക്കോട്ടെ, അതിനെ നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നതിനാണ് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അപ്പം അത് മിക്ക ആളുകൾക്കും ഉണ്ട്, ചിലർക്ക് ഇല്ല. കോൺഫിഡൻസ് തീരെ കുറഞ്ഞ ആളുകളുണ്ടാകാം. അതിനൊരു കോസ് ഉണ്ടാകാം, പല രീതിയിലുള്ള കോസ് വരാം. മേജറായിട്ട് വരുന്ന കോസ് എന്ന് പറയുന്നത് NPD എക്സ്പീരിയൻസസ് ഉള്ള ആളുകൾ എന്ന് വെച്ചാൽ നാർസിസ്റ്റിക് പേരൻസിൻ്റെ ആ ഒരു എക്സ്പീരിയൻസസ് ഉള്ള മിക്ക ആളുകൾക്കും കോൺഫിഡൻസ് കുറയും. കാരണം ചെറുപ്പം മുതലേ അവരെ വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത് അങ്ങനെയായിരിക്കും. നീ അത് ചെയ്യരുത്, നീ ഇങ്ങനെ ചെയ്യാവുള്ളൂ, ഞാൻ പറയുന്ന രീതിയിൽ മാത്രമേ നടക്കാവുള്ളൂ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻസ് കേട്ടിട്ടായിരിക്കും അവർ ജീവിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം തുടങ്ങാനോ അല്ലെങ്കിൽ എന്തും ചെയ്യാനോ അവർക്കൊരു വിഷമം ഉണ്ടാവും, പേടി ഉണ്ടാവും. കാരണം എവിടെയോ ഒരു ഫിയർ ജനറേറ്റ് ചെയ്യിപ്പിച്ചിരിക്കുക, അത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെയാണ് എന്ന് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് സെൽഫായിട്ടൊരു സെൽഫിഷ് ഒരു ഫീൽ ഉണ്ടാവില്ല. ഞാൻ ക്വാളിഫൈഡ് ആണ്, ഐ എം ഓക്കെ ആണ്, ഞാൻ എന്തും ചെയ്യാൻ പറ്റുന്നൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്, ഒരു ബിലീഫ് സിസ്റ്റം അവർക്കുണ്ടാവില്ല. കാരണം അവരുടെ വാലിഡേഷൻ എന്ന് പറയുന്നത് ഒരു പേരൻസ് ആണ്. അത് പേരൻസിന്റെ സൈഡിൽ നിന്ന് വരുന്ന ഒരു ഇഷ്യൂ ആണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് മിക്ക ആൾക്കാർക്കും സെൽഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞ സംഭവം താഴെ ആയിരിക്കും, തീരെ വീക്കായിരിക്കും. പക്ഷെ അജിറ്റേറ്റഡ് ആയിരിക്കും. അജിറ്റേറ്റഡ് ഭയങ്കര വയലന്റ് ബിഹേവിംഗ് ആയിരിക്കും, പക്ഷെ കോൺഫിഡൻസ് ഉണ്ടാവില്ല. ഒരു സ്റ്റേജിൽ നിൽക്കാനോ ആരുടെയും മുമ്പിൽ നിൽക്കാനോ സംസാരിക്കാനോ പറ്റില്ല. അവർ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളിലും വിത്ഡ്രോ ചെയ്തുകൊണ്ടിരിക്കും. പുറത്തേക്ക് പോകാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒന്നും അവർക്ക് പറ്റില്ല. ഇതാണ് NPD എക്സ്പീരിയൻസ്. അത് നാർസിസ്റ്റിക് പാരന്റിങ് ഡിസോർഡർ ഉള്ള പേരൻസിന്റെ മക്കൾക്ക് വരുന്ന സംഭവം ഇതായിരിക്കും. ഇതൊരു കൺസേൺ ആണ്. അപ്പോൾ വീണ്ടും അടുത്തൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ സ്കൂളുകളിൽ ചെല്ലുന്ന ചില കുട്ടികളുണ്ടാകും. ചെറുപ്പം മുതലേ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ പേരൻസിന്റെ അല്ല ടീച്ചേഴ്സിന്റെ സൈഡിൽ നിന്ന് കുട്ടികൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് എവിടെയായിരിക്കും? സ്കൂളിലാണ്. അപ്പോൾ അധ്യാപകരുടെ സൈഡിൽ നിന്നുള്ള പാർഷ്യാലിറ്റി ഒക്കെ പല രീതിയിലും ഇവരുടെ കോൺഫിഡൻസ് തകർത്ത് കളയാറുണ്ട്. അത് ട്രോമയാണ്, ചെറുപ്പ കാലഘട്ടങ്ങളിൽ കിട്ടുന്ന ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ടീച്ചേഴ്സ് ചിലപ്പോൾ മാറ്റി നിർത്തും. ചില പിള്ളേർ, ക്വാളിറ്റി ഉള്ള പിള്ളേരെ മാറ്റി നോക്കിയിരുന്നിട്ട് സ്കൂളിന്റെ സക്സസിന് വേണ്ടിയിട്ടായിരിക്കാം, സ്കൂളിനെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ മറ്റുള്ള കുട്ടികളെ കൂടെ അത് വാലിഡേറ്റ് ചെയ്യണം എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ അവരെ ചിലപ്പോൾ തടഞ്ഞിട്ടുണ്ടാവും. എൻ്റെ അടുത്തൊരു തെറാപ്പിക്ക് വന്നൊരു ക്ലയൻറ്റ് വന്ന ആളുടെ കോൺഫിഡൻസ് തകർന്നതിൻ്റെ കാരണം, ഒരു പ്രോഗ്രാം എല്ലാം ചാർട്ട് ചെയ്തു, നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന പെൺകുട്ടിയായിരുന്നു. അപ്പോൾ ലാസ്റ്റ് മൊമെന്റ് ഈ കൊച്ചിനെ മാറ്റിയിട്ട് വേറെ ആളെ കയറ്റി. അപ്പോൾ ഒറ്റ സെഷനിൽ തന്നെ ആ കൊച്ചിൻ്റെ കംപ്ലീറ്റ്ലി കോൺഫിഡൻസ് തകർന്നു പോയി. കാരണം എനിക്ക് എന്തോ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് വേറെ ആളെ കയറ്റി എന്നുള്ളൊരു ചിന്തയിലേക്ക് വന്നു. അതൊരു പബ്ലിക്കലി അവരെ ചെയ്യുന്ന ഏറ്റവും ഒരു ഇൻസൾട്ടാണ്. കോൺഫിഡൻസ് തകർന്നു പോയി. അത് പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങും. ഇത് എന്ത് പറ്റി, എന്നെ എങ്ങനെ മാറ്റിയത്, എനിക്ക് പറ്റില്ലേ, എന്നെ കൊള്ളില്ലേ എന്ന ചിന്തകൾ ഇവരിലേക്ക് ജനറേറ്റ് ആകാൻ തുടങ്ങും. അപ്പം അങ്ങനെ ഒരു അധ്യാപകരുടെ സൈഡിൽ നിന്നുള്ള ഒരു ഇഷ്യൂ നമ്മുടെ ലൈഫിലുണ്ടാകും. പിന്നെ വരുന്നതാണ് നമ്മുടെ പിയർ ഗ്രൂപ്പ്. പിയർ ഗ്രൂപ്പ് കുട്ടികളിൽ സ്റ്റുഡൻസ് ഉണ്ടാകും, അവരുടെ കൂടെ പഠിക്കുന്നുണ്ടാകും. ബുള്ളിങ് എക്സ്പീരിയൻസ് ഒരുപാട് കുട്ടികളുണ്ട്. ഇവർ ബുള്ളിങ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്ന് പേരൻസിനും അറിയില്ല, ടീച്ചേഴ്സിനും അറിയില്ല. പുറത്ത് പറയാതെ വയ്ക്കും. കൂട്ടുകാർ പറയും അത് ചെയ്തി, അവനെ ചിലപ്പോൾ കോർണർ ചെയ്തിട്ട് തന്നെ സംസാരിക്കുന്നവരുണ്ടാകും, റിപ്പീറ്റായിട്ട് സംസാരിക്കുന്നുണ്ടാകും. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഇന്നലെ ഓഫീസിൽ അവിടെ പോകുന്നു. എൻ്റെ സ്കൂളുണ്ട് അത് ഓപ്പോസിറ്റ്. അപ്പോൾ ഒരു പയ്യൻ റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറ സൈഡിലൂടെ നടന്നു പോകുന്നുണ്ട്, വേറൊരു സൈഡിൽ 2-3 കുറേ കുട്ടികളുണ്ട്. അപ്പോൾ ഈ പയ്യൻ പാവം പയ്യൻ നടന്നു പോകുന്നുണ്ട്. ഇവൻ്റെ കൂടെ വേറെ ആരും തനിച്ച് നടക്കണു.
മറ്റേ കുട്ടികൾ 3 പേര് അവിടെ നിന്ന് ഇത്ര നല്ല സൈസുള്ള കുട്ടികൾ ഇവന്മാർ ഇങ്ങനെ ഇവനെ എന്തൊക്കെയോ കളിയാക്കി ഉറക്കെ വിളിച്ച് ആ പിള്ളേരുടെ ഫ്രണ്ടിൽ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും. അതായത് തുടർച്ചയായിട്ട്, അതായത് ആ ഒരു 100-150 മീറ്ററോളം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഈ സംഭവം തന്നെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എന്തൊക്കെയോ വിളിച്ച് കളിയാക്കൊണ്ടിരിക്കുക. ആ പയ്യൻ തലയും കുറിച്ചൊക്കെ പോകുന്നുണ്ട്. ഇത് ഞാൻ ആണെങ്കിൽ ഇതിപ്പോൾ ഈ കൊച്ച് വീട്ടിൽ ചെന്ന് പറഞ്ഞില്ലെങ്കിൽ അവൻ്റെ മനസ്സിലതുണ്ടാവില്ല, എല്ലാവരുടെയും മുമ്പിൽ എനിക്കൊന്നും പറ്റില്ല. അതും അത്രയും കുട്ടികൾ നടക്കുന്ന ഇടയ്ക്കാണ്. അപ്പോൾ ബുള്ളിങ് അനുഭവിക്കുന്ന കുട്ടികളുണ്ടാവും. ഇവിടെ സെൽഫ് കോൺഫിഡൻസ് പോവും, ട്രസ്റ്റ് പോവും, അവർക്ക് അവരെ തന്നെ വിശ്വാസം ഇല്ലാണ്ടാവും. പിന്നെ അവർ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്ത ആളുകൾക്ക് വേറെ ആരെയും വിശ്വസിക്കാനും പറ്റില്ല. they don't trust anybody. കാരണം അവർക്ക് വിശ്വാസം ഉണ്ടാവില്ല, അവരെയും വിശ്വാസമില്ല, ആരെയും വിശ്വാസം ഉണ്ടാവില്ല. ഇതുപോലെ സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്ത കുട്ടികൾ മറ്റുള്ളവർ ബുള്ളിങ് കിട്ടിയിട്ട് സൂയിസൈഡിലേക്ക് ചെല്ലുന്ന ഒരു അറ്റംപ്റ്റ് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അവരോടായിട്ട് എന്താണ് പറയാനുള്ളത്? വളരെ കോംപ്ലിക്കേറ്റഡ് സാധനം. സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്ത ആളുകൾ സെൽഫായിട്ട് അനലൈസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഒന്നെങ്കിൽ ഒരു കൗൺസിലർ അല്ലെങ്കിൽ തെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോകുക എന്നുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ. അപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും കോസ് സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്ത ആളാണോ എന്നുള്ളത് പറ്റും. പിന്നെ ഇതിനകത്ത് സെൽഫായിട്ട് അവെയർ ചെയ്യാൻ പറ്റുന്ന കാര്യം പതുക്കെ എല്ലാ ദിവസവും ഒരു മെഡിറ്റേഷനോ അല്ലെങ്കിൽ ഒരു സെൽഫായിട്ട് ഒരു ഹിപ്നോട്ടിക് സ്റ്റേറ്റിലേക്ക് പോകാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ വളരെ ഈസിയാണ്. പക്ഷെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് ഇമ്പോസിബിൾ, അവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഓൾവേസ് ബെറ്റർ ടു കൺസൾട്ട്. അതേസമയം ഇങ്ങനെ സ്റ്റുഡൻസിന്റെ അടുത്തു നിന്നാണ് അല്ലെങ്കിൽ കൂട്ടുകാരുടെ അടുത്താണ് ടീച്ചേഴ്സിന്റെ അടുത്തു നിന്നാണ് ഈ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പേരൻസിനെ സംസാരിക്കുക, പേരൻസുമായിട്ട് കൂടുതൽ മിങ്കിൾ ചെയ്യുക. അപ്പോൾ അവരോട് തുറന്നു പറയുക എന്നുള്ള, കുഞ്ഞുങ്ങളാണെങ്കിലും ഏത് കാര്യമാണെങ്കിലും ഹൈഡ് ചെയ്ത് വെക്കാതെ അവർ തുറന്നു പറയാം. കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ടാകും, അവർക്ക് ടെൻഷൻ ഉണ്ടാകും, പേടി ഉണ്ടാകും, അവരങ്ങനെ സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ പ്രശ്നം എന്തായിക്കോട്ടെ നിങ്ങളുടെ പേരൻസിനോടോ ടീച്ചേഴ്സിനോടോ തുറന്നു പറയാനുള്ള ധൈര്യം നിങ്ങൾ കാണിച്ചോ, ഒന്നും പേടിക്കണ്ട. അവിടെ നിങ്ങളുടെ കോൺഫിഡൻസ് കിട്ടും. കാരണം അഡ്രസ്സ് ചെയ്യും, അവിടെ പ്രശ്നം അഡ്രസ്ഡ് ആവുമല്ലോ. അല്ലെങ്കിൽ അത് അവിടെ കിടക്കും, വർഷങ്ങളോളം കഴിയുമ്പോഴായിരിക്കും പിന്നീട് അത് വലിയ പ്രോബ്ലമായിട്ട് വരിക. ഇത് നമ്മൾക്ക് നമ്മളെ തന്നെ ഒരു രീതിയിൽ ഒരു ഇഷ്ടമില്ലാത്ത രീതിയിൽ വരും. സെൽഫ് ലവ് എന്ന് പറയുന്ന സംഭവം ഇല്ലാണ്ട് വരും. കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ റൂമിലുള്ള കുട്ടിയാണെങ്കിൽ അവൾ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു, ചെറുപ്പത്തിലെ ഞാൻ കുറച്ച് തടിച്ചിട്ടൊക്കെ ആയിരുന്നു. അപ്പം എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായി, നീ ഭയങ്കര തടിച്ചിയാണ്, നിന്റെ ഫോട്ടോയിലൊന്നും കൊള്ളൂല, നിന്റെ മുഖമൊക്കെ ഭയങ്കര ചബ്ബിയായിട്ട് ഇരിക്കുന്നത്. അത് ആ ഒരു ട്രോമയായിട്ട് അവളുടെ മനസ്സിൽ ഇപ്പോഴും കിടക്കുക. അതുകൊണ്ട് അവൾ ഫോട്ടോക്ക് ഒന്നും പോസ്റ്റ് ചെയ്യില്ല. എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായി. അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒത്തിരി പേരുണ്ടല്ലോ. അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത്? ഇപ്പൊ ക്യാമറ ഫേസ് ചെയ്യാൻ മടിയുള്ള ഒത്തിരി പേരുണ്ട്. അവരുടെ അടുത്ത് എന്താണ് സാറിന് പറയാനുള്ളത്? ഇതിന് ഏറ്റവും നല്ല ടെക്നിക്ക് എന്ന് പറയുന്നത് എക്സ്പോഷർ എന്ന് പറയും. എക്സ്പോഷർ തെറപ്പിയാണ് ഏറ്റവും നല്ലത്. അവർക്ക് സെൽഫായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന കുറെ ടെക്നിക്സ് ഉണ്ട്. ഒന്നുമില്ല, നിങ്ങൾ നിങ്ങളുടെ ഒരു വീട്ടിൽ ചെന്നിട്ട് കണ്ണാടി എടുക്കുക, കണ്ണാടിയുടെ മുമ്പിലേക്ക് നിങ്ങൾ നിൽക്കുക. എന്നിട്ടൊരു 2-3 മിനിറ്റ് നിങ്ങൾ അവിടെ നിന്നിട്ട് ആ കണ്ണാടി നിങ്ങളെ തന്നെ നോക്കി നിൽക്കുക. ഒബ്സേർവ്, നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും ഒബ്സേർവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ട്രസ്റ്റ് ഫീൽ ചെയ്യാൻ തുടങ്ങും. 2-3-4 തവണ റിപ്പീറ്റ് ആയി കഴിയുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റും, യു ആർ ലൈക്ക് ദിസ്. അപ്പോൾ അത് തന്നെ നമുക്കുള്ളൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും. ഞാൻ ഇങ്ങനെയാണ് എന്ന് വിശ്വസിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഓക്കെ ആവും. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും തനിച്ചാണ്, നമ്മളും തനിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ വിശ്വാസം ഉണ്ടായാൽ ദാറ്റ് ഈസ് എനഫ്. അപ്പം അങ്ങനെയുള്ളവർക്ക് അത് ചെയ്താൽ മതി. പിന്നെ ഫോട്ടോസ് എടുക്കുക, സെൽഫി ഇടുക. അത് സ്വന്തമായിട്ട് ചെയ്ത് നമുക്ക് അതിന്റെ പേടി കുറയും. എൻ്റെ അടുത്ത് ഇതേപോലെ തെറാപ്പിക്ക് വന്നൊരു പയ്യനുണ്ടായിരുന്നു. അപ്പോൾ അവന് സെൽഫി ഇടാൻ പേടിയാണ്, ഫോട്ടോ എടുക്കാൻ പേടിയാണ്, നെറ്റിൽ പബ്ലിഷ് ചെയ്യാൻ പേടിയാണ്. കാരണം അവന്റെ ഫിയർ കാരണം ഇവന്റെ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും ഇവനെ മാനിപ്പുലേറ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് സൈബർ ബുള്ളിങ്ങും പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്, ഫോട്ടോസൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇവൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവന്റെ ഫോട്ടോ ആരാണ്ട് ഇട്ടിട്ട് ഇവന് മൊത്തം ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഫിയറായി, അത് OCD കണ്ടീഷനിലേക്ക് പോയി പയ്യൻ. പക്ഷേ നൗ ഹീസ് ഓക്കെ, കാരണം ആ പ്രശ്നത്തിനെ മാറ്റി. അപ്പോൾ അവനോട് ഞാൻ അവിടെ വെച്ച് തന്നെ സെൽഫി എടുത്ത് തെറാപ്പി സെന്റർ വെച്ചാൽ സെൽഫി എടുത്ത് ഇടിച്ചിട്ട് പോയി. അപ്പോൾ അത് എക്സ്പോഷറാണ്. 2-3-4 തവണ എക്സ്പോഷർ ആയി കഴിയുമ്പോഴേക്കും മനസ്സിലാവും, മനസ്സ് പഠിക്കും, ഇറ്റ്സ് നോട്ട് പ്രോബ്ലമാറ്റിക്. അപ്പോൾ അത് അവർ പെട്ടെന്ന് എടുക്കും. അപ്പോൾ സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്ത ആളുകൾ ആ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന ടെക്നിക്സും ഇതൊക്കെ തന്നെ ആയിരിക്കണം. അവരെ എക്സ്പോസ് ചെയ്യുക, പബ്ലിക്കിലേക്ക് പോവുക, സ്റ്റേജിൽ പോയി ചുമ്മാ വെറുതെ സംസാരിക്കുക, ആൾക്കാരോട് വെറുതെ സംസാരിക്കുക. ഒരു 3-4 തവണ സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ എക്സ്പോസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് കുറച്ചുകൂടെ റിലാക്സ് ആവും. പഠിക്കാൻ പറ്റും ഇതിങ്ങനെയാണെന്നുള്ളൊരു ടീച്ചിങ് മനസ്സിൽ കിട്ടും. ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് എനഫ്. ഇപ്പൊ ഞാൻ തന്നെ എങ്ങനെയാണ്, ഇപ്പോൾ 2-3 വർഷമായിട്ടുള്ളൂ ഞാൻ ബാക്ക് ക്യാമിൽ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നത്. ഞാൻ സെൽഫി മാത്രമായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ. എനിക്ക് അതായത് നമ്മൾ ബാക്ക് ക്യാമിൽ എടുക്കുന്ന ഫോട്ടോയും സെൽഫി എടുക്കുമ്പോൾ കാണുമ്പോൾ രണ്ടാണല്ലോ. അപ്പൊ ഞാൻ തന്നെ ബാക്ക് ക്യാമിൽ ഫോട്ടോ എടുക്കുമ്പോൾ പക്ഷേ ഞാൻ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്. അതിനുശേഷം ഞാൻ തന്നെ ഓക്കെ ഞാൻ ഇങ്ങനെയാണ്, മിററിൽ നോക്കുമാതിരി അല്ല, നമ്മൾ മിററിൽ റിഫ്ലക്ഷൻ ആണല്ലോ കാണുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഞാൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അങ്ങനെയാണെന്ന് പറഞ്ഞാണ് ഇപ്പൊ എവിടെ ക്യാമറ ഉണ്ടോ, എവിടെ ഫോട്ടോ എടുക്കുന്നുണ്ടോ ഞാൻ അവിടെ കയറി നിൽക്കും. ആ ഒരു കോൺഫിഡൻസ് എനിക്കിപ്പോ വന്നിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് എക്സ്പോഷർ വന്നു കഴിയുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ഡെഫിനറ്റ്ലി ഇമ്പ്രൂവ് ആവും. അപ്പോൾ സെൽഫ് എസ്റ്റീമും കോൺഫിഡൻസും കുറവുള്ള ആളുകൾ ചെയ്യേണ്ട കാര്യം ഇത് മാത്രമേ ഉള്ളൂ, ലെറ്റ് ദം എക്സ്പോസ്. പിന്നെ
കുട്ടികളൊക്കെ ആണെങ്കിൽ അവിടെ പ്രശ്നം അല്ലെങ്കിൽ ചെറുപ്പത്തിലുള്ള പ്രശ്നം വാട്ട് എവർ ഇറ്റ് ഈസ് അത് ഓപ്പണായിട്ട് പറയുക. നമ്മുടെ പ്രശ്നങ്ങൾ ആരെങ്കിലും ഓപ്പണായിട്ട് പറയുക എന്നുള്ളതാണ്. നമ്മൾ ഈ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ് നമ്മളെ വീണ്ടും 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 തകർത്ത് കളയുന്നത്. സോ ലീവ് യുവർ ഇമോഷൻസ്, എല്ലാത്തിനെയും പുറത്ത് കളയുക. ആൻഡ് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വാസം ഉണ്ടാകണം. 100% നിങ്ങളിൽ ഒരു ഇന്റേണൽ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ യു ആർ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്.